അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു നല്ലൊരു ബീഫ് കറിൻ്റെ റെസിപ്പിയാണ്. അപ്പം എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിതാ 1.5 കിലോ ബീഫ് കുക്കറിൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തതും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുക്കാം. ഇനിയിപ്പോൾ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ കൈവച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചെടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി ചെയ്യുമ്പോൾ ഇതേ വെള്ളം മാത്രം മതിയാവും, എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര വിസിലാണോ കുക്ക് ചെയ്യാനായിട്ട് ആവശ്യം അത്രയും വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതിന് ഞാനിതാ ഒരു വെളുത്തുള്ളി, 1.5 വെളുത്തുള്ളി ഉണ്ടാവും, അതിന് നേരെ 1/2 ഇഞ്ചിയും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി നല്ലവണ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യം 4 വലിയ ഉള്ളിയും 3 തക്കാളിയും. അപ്പം ഉള്ളിയും തക്കാളിയെല്ലാം നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്, ഇറച്ചി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ പൗഡേഴ്സ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിതാ 4 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. കൂടുതൽ ചൂടാവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതിയാവും. അപ്പം ഞാനിതാ ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതാ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മെല്ലെല്ലാം ഒന്ന് ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലവണ്ണം വാടി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ളി വാടാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഉള്ളി നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ച പൗഡേഴ്സിൽ അത് കൂടി നമ്മൾ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. കുറേ ടൈം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ചൂടാക്കിയതല്ലേ. ഇനി അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്തെടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിനിപ്പോൾ തക്കാളി കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞു വരാനായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ തക്കാളി നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ബീഫിലെ അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൗഡേഴ്സും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതിന് ഞാനിതാ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മാത്രം ജീരകപ്പൊടി ഓപ്ഷണലാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി. അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പം അതും കൂടി ചേർത്തെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗ്രേവി കുറച്ചും കൂടി ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ഒരു 1/2 ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ബീഫിൽ ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതാ മല്ലിച്ചെപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, അത് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ചേർത്തെടുക്കാം. പിന്നെ ഇതിൽ കുറച്ചും കൂടി ഗ്രേവി ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ബീഫ് കറീൻ്റെ കൂടെ ഇതാ നമ്മൾ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളെ ലൈക്കും കമൻസും ഒക്കെയാണ് നമ്മളെ വീഡിയോ റീച്ച് ആക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കമൻറ്റും ലൈക്കെല്ലാം ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. താങ്ക്